പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം 3-ാം വാക്യം. ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. അവരിൽ ചിലർ ദൂരത്തു നിന്ന് വന്നവരല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ അവസ്ഥ അറിഞ്ഞ് ഇടപെടുന്ന ദൈവമത്രേ. കർത്താവിൻ്റെ കൂടെ 3 നാളായി പാർക്കുന്ന ജനത്തെ കണ്ട് കർത്താവിന് മനസ്സലിഞ്ഞു. എന്നിട്ട് കർത്താവ് പറയുന്നു, ഇവരെ ദൂരത്ത് നിന്ന് വന്നവരായതുകൊണ്ട് ഇവർ വഴിയിൽ വെച്ച് തളർന്നു പോകാൻ സാധ്യതയുണ്ട്. ഇവർ പോകുന്ന വഴിയിൽ ഇവർക്ക് ബലം വേണം, ആരോഗ്യം വേണം, ഇവർക്ക് തളർച്ച വരാൻ സാധ്യതയുണ്ട് എന്ന് കർത്താവിന് മനസ്സിലായി. അവരുടെ വഴിയാത്രയുടെ ദൂരവും അവരെവിടെ നിന്ന് വന്നു എവിടേക്ക് പോകുന്നുവെന്നും മനസ്സിലാക്കിയപ്പോൾ കർത്താവ് പറയുന്നു, ഇവരെ വെറുതെ അയക്കാൻ പറ്റത്തില്ല. ഇവർക്ക് വേണ്ടുന്ന ആഹാരം കൊടുക്കണം, ഇവർക്ക് വേണ്ടുന്ന ബലം ലഭിക്കണം. പ്രിയരെ, ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ അടുക്കൽ വരുന്ന നിങ്ങളെ കർത്താവിന് നന്നായിട്ടറിയാം. ആർക്ക് നിങ്ങളെക്കുറിച്ച് ഒരു വിചാരമില്ലെങ്കിലും നിങ്ങളെക്കുറിച്ച് വിചാരമുള്ള ഒരു ദൈവം നമുക്കുണ്ട്. അവന് നമ്മുടെ വഴികളെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ തലമുറകളെക്കുറിച്ച് നന്നായി ബോധ്യമുണ്ട്. ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ, നിങ്ങളുടെ മാനസിക നിലവാരം നമ്മുടെ കർത്താവിന് നന്നായിട്ടറിയാം. ഒരുപക്ഷെ കൂടെ നടക്കുന്ന ഒരു മനുഷ്യർക്ക് അറിയണമെന്നില്ല, കൂടെ ജീവിക്കുന്ന ജീവിത പങ്കാളിക്ക് പോലും അറിയണമെന്നില്ല. എന്നാൽ കർത്താവ് പറയുന്നു, എനിക്ക് നിങ്ങളെ നന്നായിട്ടറിയാം. സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് ധൈര്യത്തോടെ പറയുന്നത്, കർത്താവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കുപോലും എൻ്റെ നാവിലില്ല. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ നന്നായിട്ടറിയുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ നിലവുകളെ അപ്പാ നിനക്കറിയാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയരെ, നമ്മെ നന്നായിട്ടറിയുന്ന നമ്മുടെ കർത്താവിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ജീവിതത്തിൽ ഓരോ ആവശ്യങ്ങളിലും അവൻ നന്നായിട്ടറിഞ്ഞ് ഇടപെടും. നാം കർത്താവിനോട് കൂടെ പാർത്താൽ മാത്രം മതി. കർത്താവിൻ്റെ സന്നിധിയിലാണോ നാം ഇരിക്കുന്നത്, നാം ഒരു വിഷയം വെക്കുന്നതിന് മുമ്പ് തന്നെ ആ വിഷയത്തിന് മറുപടിയുമായി ദൈവം തൻ്റെ ദൂതനെ അയക്കും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നമ്മുടെ ആവശ്യം എന്തോ അത് തിരിച്ചറിയുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കിരിക്കാം. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നാം വസിക്കുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾക്ക്, ഒത്തിരി പ്രശ്നങ്ങൾക്ക് മറുപടി ലഭിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ആസാഫ് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ദുഷ്ടന്മാരെ നോക്കുമ്പോൾ അവർക്കൊന്നിനും കുറവില്ല. അവരുടെ ശരീരം തടിച്ച് ഉരുണ്ടിരിക്കുന്നു, അവരുടെ കണ്ണ് പുഷ്ടി കൊണ്ട് ഉന്തിയിരിക്കുന്നു, അവരുടെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കും മുടക്കമില്ല. അവർ ദൈവത്തെ അറിയാതെ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കാതെ, ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കാതെ ജീവിക്കുമ്പോഴും അവർക്കൊന്നിനും കുറവില്ല. ഞാനോ എല്ലാ ദിവസവും ഭക്തിയോടുകൂടാണ് ജീവിക്കുന്നത്. കർത്താവെ, ദുഷ്ടന്മാരുടെ ഈ നിലവാരം കണ്ട്, ഈ ജീവിത സൗഭാഗ്യം കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നുന്നു. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിൽ ഹല്ലേലൂയ വളരെ സങ്കടം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് കർത്താവിനോട് ആവലാതി പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ദൈവസന്നിധിയിലേക്ക് വാ. ദൈവസന്നിധിയിൽ അവൻ ഒടുവിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് മുഴങ്കാലും അടക്കിയപ്പോൾ അവൻ്റെ സകല ചോദ്യങ്ങൾക്കും ദൈവം അവന് മറുപടി കൊടുത്തു. ഇന്ന് പകൽക്കാലവും നിങ്ങളുടെ ചോദ്യം എത്ര വലുതായിക്കോട്ടെ, എത്ര പഴയതാക്കി ആയിക്കോട്ടെ, എത്ര സങ്കീർണമായിക്കോട്ടെ, ഉത്തരം ഒറ്റ ഉത്തരമേ ഉള്ളൂ, യേശു കർത്താവ് അത്രേ. ഏത് ആവശ്യങ്ങൾക്കും മറുപടി തരുന്ന ദൈവത്തിന് നിങ്ങളുടെ ഏത് ചോദ്യത്തിനും മറുപടി തരാൻ സാധിക്കും. പ്രിയരെ, ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിൽ അടുത്തു വന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരുന്ന ദൈവം വിശ്വസ്തനത്രേ. നിങ്ങളുടെ ജീവിതത്തെ നന്നായിട്ടറിയുന്നവന് ആ ജീവിതത്തെ അറിയുക മാത്രമല്ല, തക്ക സമയത്ത് അവൻ ഇടപെടും. തക്ക സമയത്ത് അവൻ തൻ്റെ ദൂതനെ അയക്കും. വഴിയിൽ വെച്ച് തളർന്നു പോകും എന്നറിയാവുന്നത് കൊണ്ട് കർത്താവ് അത്ഭുതത്തെ ചെയ്തു. അത്ഭുതം ചെയ്യാനും കർത്താവിൻ്റെ പ്രത്യേകത, നിങ്ങളുടെ കയ്യിലുള്ളത് ദൈവത്തിനറിയാം. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണോ
അതറിഞ്ഞ് അതിന് തക്കവണ്ണം കർത്താവ് ഇടപെടും. ഈ രാവിലെ സമയത്ത് നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളതിനെ വർദ്ധിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കും. വിധവയുടെ വീട്ടിലെ ഹല്ലേലൂയ ആ കലത്തിലെ അല്പം മാവ് മതി അത്ഭുതമായി ചെയ്യുന്ന കർത്താവിന് ഹല്ലേലൂയ അടയാളങ്ങളും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും പ്രവർത്തിക്കുന്ന ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ നിങ്ങളുടെ കയ്യിലുള്ള അല്പം ഒന്ന് ഏൽപ്പിച്ചാട്ട്. ഹല്ലേലൂയ. നിങ്ങളെ നന്നായിട്ട് അറിയുന്നവൻ, നിങ്ങളുടെ ശരീരത്തെ അറിയാവുന്നവൻ, നിങ്ങളുടെ മാനസിക നിലവാരത്തെ അറിയാവുന്നവൻ നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. കലത്തിലെ മാവ് കൊണ്ട് അല്പം എണ്ണ കൊണ്ട് അത്ഭുതം ചെയ്തവൻ, ബാലകൻ്റെ കയ്യിലെ 5 അപ്പം എടുത്ത് നുറുക്കി അനേകർക്ക് കൊടുത്ത് അത്ഭുതം ചെയ്തവൻ, അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമത്രേ. ഈ പകൽക്കാലം നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലാം. കർത്താവിനോട് കൂടെ വസിക്കാം. കർത്താവ് എന്തു പറയുന്നോ അതനുസരിക്കാൻ തയ്യാറാകാം. അങ്ങനെയെങ്കിൽ നാം വഴിയിൽ തളരത്തില്ല, നമ്മുടെ യാത്രയിൽ ലജ്ജിച്ച് പോകത്തില്ല. അക്കരെ എത്തിക്കുവോളം ദൈവം സൂക്ഷിക്കും. വീട്ടിലെത്തുവോളം കർത്താവ് കൂടെയിരിക്കും. നമ്മുടെ വഴിയാത്രയുടെ ദൂരം നന്നായിട്ടറിയുന്ന, നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തെ നന്നായിട്ടറിയുന്ന നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ. ആമീൻ.